ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, ലാബ് എക്സാമിന്റെ ചൂട് പിടിച്ച ആ ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? കാരണം ലാബ് എക്സാമിങ് അടുത്ത് കഴിഞ്ഞു. ചിലർക്ക് ലാബ് എക്സാം കഴിഞ്ഞു, ചിലർക്ക് മോഡൽ എക്സാം കഴിഞ്ഞു, ചിലർക്ക് ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നു. ഇങ്ങനെയുള്ള ആകപ്പാട് ടെൻഷനിലായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് മാത്സിന്റെ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റി ഒരു 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഓക്കെ, കാരണം 40 മാർക്ക് വാങ്ങാൻ പറ്റുമോ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എന്നതാണ് പലരുടെയും മുന്നിലുള്ളൊരു ചോദ്യചിഹ്നം. കാരണം സോഫ്റ്റ്വെയർ ആക്കുന്നു. സോ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ മക്കളെ? അതേപോലെ ലാബ് എക്സാം കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്ന്. ഓക്കെ, ഇന്ന് ഫസ്റ്റ് ദിവസം കഴിഞ്ഞേ ഉള്ളൂ. സോ ചില സ്കൂളുകളിൽ ഫസ്റ്റ് ഡേ തന്നെയായിരുന്നു മാത്സിൻ്റെ ലാബ്. സോ കഴിഞ്ഞ കുട്ടികൾ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മാത്സിൻ്റെ ലാബ് എക്സാം. ഓക്കെ, അതേപോലെ തന്നെ 40 വാങ്ങാൻ പറ്റുമോ എന്നുള്ളതിനുള്ള ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത് മക്കളെ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ലാബിൻ്റെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ നൽകിയിട്ടുണ്ട്. സോ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നറിഞ്ഞത് വളരെയധികം സന്തോഷം മക്കളെ. കാരണം മാത്സ് എന്ന് പറയുന്ന ലാബ് മാത്രമല്ല, മാത്സിൻ്റെ തിയറി പാർട്ടും കൂടെയുണ്ട്. സോ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ടീച്ചിങ്. നിങ്ങൾക്കറിയാം, പനി പിടിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിലും എനിക്ക് ടീച്ചിങ്ങിനോടുള്ള ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മക്കളെ, കുട്ടികൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സോ നിങ്ങളത് പറയുന്നുണ്ട്, വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ മക്കളെ, പ്രാക്ടിക്കൽ പോലെ തന്നെ തിയറി പാർട്ടും ഞാൻ നിങ്ങൾക്ക് കിഡിലിനാക്കി പഠിപ്പിച്ചു തരാം മക്കളെ. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കാണുന്ന കുട്ടികൾ മക്കളെ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കാണും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. പക്ഷേ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കുറച്ചെങ്കിലും എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു ബോധമുണ്ട്, കുറച്ചെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. സോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറവാകുമ്പോഴേ നിങ്ങൾക്കൊരു ധാരണ കാണും, ഓ ഇതത്ര പോരായിരിക്കും. കൂടുതൽ കുട്ടികളിലേക്ക് എത്താത്തതുകൊണ്ടാണ് മക്കളെ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാകുമ്പോഴത്തേക്കും കൂടുതൽ കുട്ടികളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ മാക്സിമം കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാരെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ കിഡിലായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ തിയറി ക്ലാസ്സുകളും പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, മാത്സിൻ്റെ ഇൻ്റഗ്രൽസ് +2 ടോപ്പിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് പഠിച്ച് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം 40 വാങ്ങാൻ പറ്റുമോ? എടാ, അതിന് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലാബിൻ്റെ ഫുൾ ക്ലാസ്സുകൾ കാണുക, കണ്ട് സെറ്റായിട്ട് പഠിച്ച് വെക്കുക. നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ഞാൻ പറയാം. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് പ്രശ്നമുണ്ടോ? ടെൻഷൻ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ടെൻഷൻ മുഴുവൻ ടീച്ചേഴ്സിനാണ്. കാരണം സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സാണ്. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നേരിടത്തില്ല. നിങ്ങൾ ചെന്നിരിക്കുക, രജിസ്റ്റർ നമ്പർ അടിക്കുക, കയറുക. 6 ക്വസ്റ്റ്യൻസ് വരും. മോഡൽ ചെയ്ത കുട്ടികളാണ് നിങ്ങൾ. സോ നിങ്ങൾക്ക് അറിയാം, 6 ക്വസ്റ്റ്യൻസ് മോളിൽ കാണും. അതിനകത്ത് 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 2025 ആയതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു ലാബിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 10 മാർക്കുണ്ട്. പക്ഷെ അതിനകത്ത് 8 മാർക്കിനുള്ള നിങ്ങൾ എഴുതിയാൽ മതി. 10 മാർക്കിൻ്റെ എഴുതിയാലും 8 മാർക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് തന്നിരിക്കും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മനസ്സിലായട മക്കളെ? അപ്പോൾ 10 × 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതിയല്ലോ 6 10 × 4 40 മാർക്ക് അവിടെ കിട്ടും. പക്ഷെ 40 മാർക്ക് അവിടെ കിട്ടത്തില്ല. അതിനകത്ത് ബെസ്റ്റ് ഓഫ് 8 എടുക്കത്തുള്ളൂ. എന്ന് പറയാം, 1 10, 2 10, 3 10, 4 10, 40 മാർക്കായി. 40 മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾക്കറിയാം, 4 മാർക്ക് വൈവയ്ക്കും, 4 മാർക്ക് ലാബിൻ്റെ റെക്കോർഡിനുമാണ്. അപ്പോൾ എത്രയായി? ശരിക്കും പറഞ്ഞാൽ 8 മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റിനും ഉള്ളത്. അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 8 നിങ്ങൾ 8 മാർക്കിനുള്ള എഴുതിയാൽ മതി. ഇതിൻ്റെ അകത്തും 8 മാർക്കിനുള്ള എഴുതിയാൽ മതി. ഇതിൻ്റെ അകത്തും 8 മാർക്കിനുള്ള എഴുതിയാൽ മതി. ഇതിൻ്റെ അകത്തും 8 മാർക്കിനുള്ള എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ 40 വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല മക്കളെ, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് ഞാൻ വീണ്ടും പറയുവാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ കൊണ്ട് വെക്കുക. അപ്പോഴേ നിങ്ങൾക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടും, സാറിന് പറയുന്നത് ഓക്കെ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് തട്ടിപ്പ് കാണിച്ച് വെക്കണമെങ്കിൽ ടീച്ചർ ഓൾറെഡി ഒരു വിവരം കൊടുക്കും, അവൻ ഇപ്പം കൊണ്ട് റെക്കോർഡ് വെച്ചേ ഉള്ളൂ, അവന് ഒരു മിനിമം മാർക്ക് എന്നുള്ള രീതിയിൽ ആദ്യം ചിലപ്പോൾ പറഞ്ഞൊന്ന് വരാം. അതുകൊണ്ട് റെക്കോർഡ് നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാതെ വെക്കരുത്. റെക്കോർഡ് വെച്ചില്ലെങ്കിൽ ആ 4 മാർക്ക് കിട്ടത്തില്ല. പിന്നെ വൈവ ക്വസ്റ്റ്യൻ ആണല്ലോ ബാക്കിയുള്ള 4 മാർക്ക്. മക്കളെ, ഈ 4 മാർക്ക് കിട്ടാൻ ഒരു പാടുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചിലപ്പോൾ സാർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചിരുത്തി ചോദ്യം ചോദിക്കണമെന്നില്ല. ചില ടീച്ചേഴ്സ് ലാബ് ചെയ്യുന്ന ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ബുക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ കിട്ടി, ഇങ്ങനെ ചോദിക്കുന്നത് വൈവ ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം പറയണ അനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്ക്. ഓക്കെ,
അപ്പോൾ അതാണ് വൈവ ക്വസ്റ്റിൻ്റെ കാര്യം. പിന്നെ ചില കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ്, സാറേ 8 ലാബ് പഠിക്കാൻ പറഞ്ഞു, 6 വരത്തുള്ളൂ, അപ്പം ഞങ്ങൾ 6 പഠിച്ചിട്ട് പോയാൽ പോരാ. കാരണം 8 6 ഏതൊക്കെയാണ് വരുന്നതെന്ന് അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും അറിയത്തില്ല. കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആണ് ചൂസ് ചെയ്യുന്നത് 8 6. അപ്പോൾ നിങ്ങൾ 8 നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, 6 കറക്റ്റായിട്ട് വരും. നിങ്ങൾ മസ്റ്റായിട്ട് നന്നായിട്ട് ഒരു 4 പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സ്ട്രാ 2 കൂടെ അത്യാവശ്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കി 2 ചെയ്യാൻ അറിയുന്ന പോലെ പഠിക്കുക. എന്ന് പറഞ്ഞാൽ 6 നല്ല മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി 2 നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്ത രീതി പഠിച്ചു വയ്ക്കുക. അപ്പോൾ 6 നന്നായിട്ട് പഠിച്ചു വെക്കണമെന്ന് തന്നെ വീണ്ടും ഞാൻ പറയുന്നു. അതിനകത്ത് ഏത് വേണമെങ്കിലും, ശരിക്കും 8 6 ഏത് വേണമെങ്കിലും വരാം, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഞാൻ പറയുവാണ്, 4 പഠിച്ചുകൊണ്ട് പോകരുത്, 8 6 മസ്റ്റായിട്ട് പഠിച്ചു പോവുക. ആ 2 8 6 പഠിച്ചു പോവുക, 2 കുഴപ്പമില്ലാത്ത രീതി പഠിച്ചുകൊണ്ട് പോവുക. മസ്റ്റായിട്ട് 6 പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ടാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വെച്ച് കമ്പ്യൂട്ടർ ഓഫ് ആയി പോയാൽ എന്ത് പറ്റും? മക്കളെ, കമ്പ്യൂട്ടർ ഓഫ് ആയി പോയാൽ ഒരു പ്രശ്നമില്ല, വേണമെങ്കിൽ അടുത്ത കമ്പ്യൂട്ടർ ഇരുത്തി ബാക്കി ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ കാണുക എന്നുള്ള മാത്രമേ ഉള്ളൂ സോഫ്റ്റ്വെയർ ചെയ്യുന്നൊരു പരിപാടി. അത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. സോ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ 3 മണിക്കൂറാണ് എക്സാം. ടൈം തികയുമെന്നുള്ളതാണ്. ടൈം ധാരാളം ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി നിങ്ങൾക്ക് പുറത്തു പോകാം, അരമണിക്കൂർ കൊണ്ട് എക്സാം എഴുതി പുറത്തു പോകാം. എത്രയും പെട്ടെന്ന് എക്സാം എഴുതി പുറത്തു പോയി കഴിഞ്ഞാൽ അത്രയും സൗകര്യമാണ് ബാക്കി ടീച്ചേഴ്സിന്. കാരണം ടീച്ചേഴ്സിന് അടുത്ത ആളെ വിളിച്ചിരുത്തി പെട്ടെന്ന് പരിപാടി തീർത്ത് പോകാം. ഓക്കെ, വരുന്ന ടീച്ചറിനും അതാണ് സൗകര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് 40 മാർക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ മക്കളെ? 40 മാർക്ക് ഏതൊരു കുട്ടിക്കും, അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഏതൊരു കുട്ടിക്കും കിട്ടിയിരിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഒട്ടും ടെൻഷൻ വേണ്ട. ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ലാബുകൾ കറക്റ്റായിട്ട് കണ്ടിട്ട് പോവുക. അതിൻ്റെ തന്നെ വൈവ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് കണ്ടിട്ട് പോയാൽ കിഡിലിനായിട്ട് 40 മാർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഓക്കെ, ടെൻഷനൊക്കെ മാറിയല്ലോ, സമാധാനമായിട്ട് പോടാം മക്കളെ. ഇതെന്താണിത്? കൂടിപ്പോയൊരു ലാബ് എക്സാം അല്ലേ? ഒരിക്കലും നിങ്ങൾ തോക്കാൻ പോകില്ല കേട്ടോ, ഒരിക്കലും നിങ്ങൾ തോക്കാൻ പോകില്ല. 35 മാർക്ക് അല്ലെങ്കിൽ 34 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. 30 മാർക്കിൽ താഴെ ഒരു കുട്ടിക്ക് പോലും കിട്ടത്തില്ല. ലാബ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് കിട്ടും, പക്ഷെ ലാബ് അറ്റൻഡ് ചെയ്ത ഏതൊരു കുട്ടിക്കും 30 താഴെ ഒരു കുട്ടിക്കും മാർക്ക് തരത്തില്ല. പിന്നെ എങ്ങനെയാണ് മക്കളെ തോക്കാൻ പോകുന്നത്? ഓക്കെ, ഒരു 100 കുട്ടികൾ ഇതുവാണെങ്കിൽ ഒരു 95 കൂടുതൽ കുട്ടികൾക്ക് 40 കിട്ടിയിരിക്കും. കാരണം അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്ന കുട്ടികളായിരിക്കും ചെല്ലുന്നത്. അല്ലാത്തവർക്ക് ടീച്ചറും ഹെൽപ്പ് ചെയ്തൊക്കെ തരും, പക്ഷേ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട മക്കളെ, സമാധാനമായിട്ട് പോവുക, കിടിലിനായിട്ട് പോവുക. മക്കളെ എല്ലാവർക്കും ഞാൻ നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുവാണ്, നല്ലൊരു മാർക്ക് കിട്ടട്ടെ. എല്ലാവരും കിടിലിനായിട്ട് പഠിച്ചിട്ട് പോവാ മക്കളെ. ഇതിന് ശേഷം നമുക്ക് തിയറി പഠിക്കേണ്ടതാണ്. അതിനും കുറച്ച് ദിവസമേ ഉള്ളൂ. തിയറി നല്ല കിടിലിനായിട്ട് പഠിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ.